മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ മിഡിയും ടോപ്പും പോലെ ഇരിക്കും. അത് നമ്മൾ ഒറ്റ ഫ്രോക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കേർട്ടിലോട്ട് നമ്മൾ ത്രെഡ് പോലത്തെ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇപ്പോഴത്തെ ട്രെൻഡായ ഒരു വേസ്റ്റിൻ്റെ അവിടെ കാണുമല്ലോ 3-4 ലെയറായിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് നമ്മളിതുപോലെ മാർക്ക് ചെയ്യുക. തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഞാനിപ്പോൾ 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുക കേട്ടോ. അതിനേക്കാളും 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം, കാരണം മുകളിലും താഴെയും തയ്യൽ തുമ്പ് പോവും. ഇവിടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 7 വയസ്സിൻ്റെ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നെ ആം ഹോളും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അത് ആം ഹോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് റൈറ്റ് സൈഡിലേക്ക് വരച്ചു. ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ആം ഹോൾ ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ മുകളിലെടുത്ത അതേ 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ചുരുങ്ങി വരുന്നത് കൊണ്ട് നമ്മൾ കറക്റ്റ് ഷേപ്പിലല്ല ചെയ്യുന്നത് കേട്ടോ. ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തു. അത് കട്ട് ചെയ്ത് മാറ്റും, അല്ലെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടേക്ക് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ചിൽ നിന്ന് ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ച് തന്നെയാണ്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഇത് മതി കേട്ടോ. ഇനി നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പ് ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ ആം ഹോൾ വരച്ച ലൈനിൽ കൂടി കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കുന്നു. ഞാൻ ആദ്യം മാർക്ക് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ. അതും കൂടി ഒന്ന് വരച്ചതിന് ശേഷം ആ ലൈനിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അടിയിൽ നമ്മൾ ആർച്ച് പോലെ വരച്ചത് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഈ ലൈനിൽ കൂടി കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. ആ ഒരു മാർക്കിങ് ഒരുമിച്ച് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ഈ മാർക്കിങ് ഒരുമിച്ച് വെച്ച് തയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, മാറിപ്പോലെ. ഇനി മറുവശത്തേക്കും കൂടി അതേ ലൈനൊന്ന് ഞാൻ വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് തല കയറുന്നതിനായിട്ട് സിബ് വയ്ക്കുന്നതിന് പകരം ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ് കൊടുക്കുന്നത്. ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഓപ്പണിംഗ് കൊടുക്കുകയാണ്. ഇത് ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അവിടെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ കൊടുത്തത്. അപ്പോൾ 3 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ അതിനേക്കാളും തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂട്ടി 4 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 3 സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് വെച്ച് മടക്കി അടിച്ചു കൊടുക്കണം, ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നല്ല വശത്ത് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ആ മാർക്കിങ്ങിൽ കൂടി നമ്മൾ 3 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉൾവശത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉൾവശത്തേക്ക് മറക്കുകയാണ് ചെയ്യുന്നത്. സിബൊക്കെ വെക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുക്കുവാണ്. അപ്പോൾ അതിന് ചേരുന്ന ഡോട്ടർ ഉള്ള ഒരു ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുക. ഞാനിപ്പോൾ 22 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുള്ളതാണ് സ്കേർട്ടിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 1.5 മീറ്ററിന് സെൻറ്ററിൽ കൂടി മടക്കിയപ്പോൾ നമുക്ക് 22 ഇഞ്ചാണ് കിട്ടിയത്. അതാണ് നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതുപോലത്തെ കണ്ടോ, ഈ ത്രെഡ് പോലത്തെ ഇലാസ്റ്റിക് നമ്മളിങ്ങനെ ബോബിനിൽ ചുറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ചുറ്റണം, വലിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. സാധാരണ നൂല് ചുറ്റുന്ന പോലെ മെഷീന് ചുറ്റാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ ചുറ്റണം. അതിന് ശേഷം ബോബിൻ കേസിൽ കൂടി സാധാരണ നൂല് വലിച്ച് പുറത്തേക്ക് എടുക്കുന്ന പോലെ തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതിൽ പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബോബിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രൂ അത് നമുക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. എൻ്റെ ഇതിൽ അങ്ങനെ ബുദ്ധിമുട്ടില്ല, ഇത് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് നമ്മളിനി സാധാരണ മെഷീനിൽ ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അതാണ് നമ്മൾ ഇവിടേക്ക് വെച്ച് കൊടുക്കുന്ന ഇലാസ്റ്റിക്കിന് പകരം ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് മുകളിലും അടിയിലും നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ ചെയ്യുന്ന പോലെ മടക്കി അടിച്ചിട്ട് നമുക്ക് അവിടെ ത്രെഡ് വെച്ച് കൊടുക്കാം. അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ഈ പീസ് നമ്മൾ കണ്ടോ
ഈ ഹുക്ക് വയ്ക്കുന്നതിനുള്ള പീസ് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് നല്ല വശം ഒരുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ സെൻറ്റർ ലൈനിന് പകരം ഇതുപോലെ വി ഷേപ്പിൽ ആ ലൈനിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഹുക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, അതുപോലെ സെൻറ്റർ ആ ലൈനിൽ കൂടിയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. വി പോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം ആ സെൻറ്ററിൽ കൂടി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കോർണർ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, സ്റ്റിച്ചിങ് ലൈനൊന്നും കട്ടായി പോകരുത്. അതിന് ശേഷം നമ്മളിതൊന്ന് തയ്യൽ തുമ്പും ഈ പീസും കൂടെ ഒന്ന് പതിച്ചടിച്ചിട്ട് ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി സിബ് വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് ലൂസിലല്ലേ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, കാരണം ഇലാസ്റ്റിക് ആയതുകൊണ്ട് നല്ല ഷേപ്പിലൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഇത് സിബിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ഹുക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. തല കയറാനുള്ള ഒരു സ്പേസ് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ആക്കിയതിന് ശേഷം ഇനി ആവശ്യമില്ലാത്ത പീസ് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് പതിച്ചടിക്കുക. ഉൾവശം ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം 2 ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നെക്കും സ്ലീവും നമുക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് കണ്ടോ, ഈ ഒരു സൈഡിൽ നിന്ന് ഈ തുമ്പ് ഇതുപോലെ മടക്കിയിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി അടിച്ചു കൊണ്ടുവരും. അപ്പോൾ നമ്മളങ്ങനെ ചുറ്റി അടിച്ചു. അതിനുശേഷം സ്ലീവും അതുപോലെ തന്നെ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഈ 2 സൈഡും നമ്മൾ ഉൾവശത്തേക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വീതം മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് ഈ തയ്യൽ തുമ്പിൽ കൂടി സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഉൾവശത്തേക്ക് മറിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഈ സൈഡ് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയത് മറിച്ചെടുക്കുമ്പോൾ അവിടെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അതിന് ശേഷം ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പും ക്രോസ് പീസും കൂടെ പതിച്ചടിച്ചിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി പതിച്ച് അടിച്ചു കൊടുക്കുക. അതുപോലെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ ഈ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇവിടെയും തയ്യൽ തുമ്പും ക്രോസ് പീസും വെച്ച് പതിച്ചടിച്ചതിന് ശേഷം ഉള്ളിലേക്കാക്കി മറിച്ചിട്ട് വീണ്ടും മുകളിൽ കൂടി പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ സ്ലീവ് വയ്ക്കണവർക്ക് വയ്ക്കാൻ, ഞാനിപ്പോൾ സ്ലീവ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ പതിച്ചടിച്ചു. കണ്ടോ, ഉൾവശമൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടി. പുറത്തുനിന്ന് നമ്മളെല്ലാം പതിച്ചടിച്ചു. ഉൾവശം ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിന് ശേഷം നമ്മൾ കണ്ടോ, ഈ സ്കേർട്ട് പോർഷൻ്റെ 2 സൈഡും ഉള്ളിൽ 1/2 ഇഞ്ച് വീതം മടക്കി അടിച്ചു കൊടുത്തു. ഇനി ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമ്മളിവിടെ ഈ ഓരോ 1/2 ഇഞ്ച് കൊടുത്ത് വിട്ട് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആ ലെങ്ത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചോളം സ്പേസ് ഇട്ട് കൊടുത്തിട്ടാണ് ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ ആദ്യം മടക്കി അടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ സാധാരണ മെഷീനിലേക്ക് ബോബിൻ കേസ് ഇട്ട് കൊടുക്കുന്ന പോലെ അടിയിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നൂല് പൊക്കിയെടുക്കുന്ന പോലെ ഈ ഇലാസ്റ്റിക് ത്രെഡ് പൊക്കിയെടുക്കുക കേട്ടോ. ഇത് സാധാരണ നമ്മൾ മെഷീനിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ത്രെഡ്. അതിന് ശേഷം മുകളിൽ നമ്മൾ സാധാരണ നൂല് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി വലിക്കൊന്നും വേണ്ട, വെറുതെ സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ അത് തന്നെ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ചുരുങ്ങി വരും. നമ്മൾ വെറുതെ അടിച്ചു കൊടുത്താൽ മതി. മുകളിൽ ത്രെഡായിരിക്കും, സാധാരണ ത്രെഡ് തന്നെ വരും, അടിയിലാണ് ഇലാസ്റ്റിക് വരുന്നത്. അപ്പം നമ്മൾ ഒരു ലെയർ ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ലെയർ കണ്ടോ, ഉൾവശത്ത് നിന്ന് ആ ഇലാസ്റ്റിക് ഇങ്ങനെ നിൽക്കും. അടുത്ത ലെയർ നമുക്ക് എത്രയാണ് സ്പേസ് വേണ്ടത് അതനുസരിച്ച് ഒന്നെങ്കിൽ അടിച്ചു കൊടുക്കുക ലൈനിൽ കൂടി, ഇല്ലെങ്കിൽ നമ്മൾ മുകളിൽ കൂടി ഏകദേശം കണ്ട് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ലൈനൊന്നും വരച്ചിട്ടില്ല, ഏകദേശം ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ വീണ്ടും അടിച്ചെടുക്കുകയാണ് അറ്റം വരെ. ഇപ്പോൾ കണ്ടോ, നമ്മൾ മുഴുവൻ ഒരു 5 ലെയറോളം ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എത്ര വേണമെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ കണ്ടോ, നമുക്ക് വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ റെഡിമെയ്ഡും ഒക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഉൾവശം കണ്ടോ, ഇതാണ് ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ 1.5 മീറ്റർ, ഏകദേശം നമ്മൾ വേസ്റ്റിനേക്കാളും ഡബിളായിട്ട്, വേസ്റ്റിൻ്റെ വിഡ്ത്തിനേക്കാളും ഡബിളായിട്ട് വേണം തുണി എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരളവിൽ കിട്ടും. കണ്ടോ, ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഉൾവശം ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിന് ശേഷം ഇനി നമ്മൾ ഈ ടോപ്പ് പോർഷൻ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതും അതുപോലെ തന്നെ ഈ സ്കേർട്ടിൻ്റെ പോർഷനും നമ്മൾ
കണ്ടോ, നമുക്കിപ്പോൾ 12 ഇഞ്ചോളം ഒരു വിഡ്ത്തിലാണ് ഇലാസ്റ്റിക് ഇട്ടിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 16 ഇഞ്ചോളം വരുന്നുണ്ട്. അത് നമുക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് വലിഞ്ഞു വരും. അപ്പോൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെ വലിഞ്ഞു വരും. അപ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റിനേക്കാളും കുറച്ച് വീതി കുറച്ച് തന്നെ എടുക്കണം ഇതിന്. ഇപ്പോൾ ഇത് ഡബിൾ നമ്മളെടുത്ത വേസ്റ്റിൻ്റെ വിഡ്ത്ത് നമുക്ക് കറക്റ്റ് എത്രയാണോ അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. അതിന് ശേഷം ഞാനിപ്പം ടോപ്പ് പോർഷൻ കണ്ടോ, സൈഡ് രണ്ടും കൂട്ടി അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ പുറത്തുനിന്ന് നല്ല വശത്തുനിന്ന് തന്നെ വെക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് ആ മിഡിയുടെ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ ഫ്രില്ല് പോലെ കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ ടോപ്പുമായിട്ട്. അതിന് ശേഷം മെഷീനിൽ അടിക്കുന്നത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് കണ്ടോ, ഇതിൻ്റെ മുകളിൽ കൂടി ടോപ്പിൻ്റെ മുകളിൽ കൂടി ഈ സ്കേർട്ട് വെച്ചിട്ട് ആ ഫ്രില്ല് കിട്ടത്തക്ക രീതിയിൽ കണ്ടോ, ആ 1/2 ഇഞ്ച് ആദ്യം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് അടിച്ചില്ലേ, അതിൽ കൂടി തന്നെ അടിച്ച് ചുറ്റി വരിക. വലിക്കൊന്നും വേണ്ട, കറക്റ്റാക്കി വെറുതെ പിടിച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി അടിച്ച് വരിക കേട്ടോ. അപ്പോൾ അടുത്ത സൈഡ് വരെ ഇങ്ങനെ പിടിച്ച്, അപ്പോൾ അടിയിലെ ലെയർ ബാക്ക് സൈഡ് ഇതിൽ നമ്മുടെ മെഷീനിൽ പെടാതെ ശ്രദ്ധിക്കണം, മാറ്റി വെച്ച് കൊടുത്ത് ഞാനിപ്പോൾ ഒരു സൈഡ് അടിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം അത് മാറ്റിയിട്ട് അടുത്ത സൈഡ് വീണ്ടും കണ്ടോ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് അടിക്കുമായിരിക്കും എളുപ്പം. ചുറ്റി അടിച്ച് ബാക്കും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സൈഡ് അടിച്ചിട്ട് അവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ ബാക്ക് വീണ്ടും തിരിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് കൂടി ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഫ്രില്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇലാസ്റ്റിക് അടിച്ച ആ ലൈനിൽ കൂടി തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുകളിലേക്ക് നമുക്ക് ആ ഫ്രില്ല് പോലെ നമുക്ക് മിഡിയുടെ മുകളിൽ ടോപ്പിന് മുകളിൽ മിഡി ഇട്ട പോലെ നമുക്ക് സ്കേർട്ട് ഇട്ട പോലെ കിട്ടും. അങ്ങനെ ചുറ്റി അടിച്ച് ഫുള്ളായിട്ട് അടിച്ചു വന്നു കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ബാക്കിലേക്ക് വെക്കണവർക്ക് ഈ ഹുക്കിൻ്റെ പോർഷൻ ബാക്കിലേക്ക് കൊടുക്കാം. ഞാനിപ്പോൾ അതൊരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഫ്രണ്ടിലേക്കാണ് കൊടുത്തത്. ഹുക്ക് വയ്ക്കുക, അതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ബട്ടർഫ്ലൈയുടെ ഒരു ബട്ടണും കൂടി വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ബാക്ക് സൈഡായിട്ടും ആണ് ഇരിക്കുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഫ്രണ്ടായിട്ടും കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. ഉൾവശം കണ്ടോ, ഇപ്പം കണ്ടോ ഇങ്ങനെ നമ്മൾ ചുറ്റി അടിച്ച് എടുത്തിരിക്കുകയാണ്. നല്ല വശം ഇതുപോലെ നമുക്ക് സ്കേർട്ട് ഇട്ടിരിക്കുന്ന പോലെ തന്നെ വരും. അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഫ്രില്ല് പോലെ സിമ്പിളായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വലിയ കുട്ടികൾക്കൊക്കെ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വലിയ മെഷർമെൻറ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ല, ഏതളവിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്കും ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാനൊരു 2 ബട്ടർഫ്ലൈ ഇപ്പോൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനി നമുക്ക് കാണാം. താങ്ക് യു.